ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ എത്രയോ സിനിമക്കാർ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അവർ പഠിക്കുന്ന ടെക്നിക്സും ടെക്നോളജിയും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ എസ്തെറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് അവരവരുടെ ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് പഠിക്കാതെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുമുണ്ട്. ഫോമൽ എഡ്യൂക്കേഷനിലൂടെ പോകാതെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളിപ്പം ഏത് മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇപ്പം മെഡിക്കൽ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുത്ത് നോക്കുക, ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും പഠിക്കുന്നതല്ലായിരുന്നു, അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. പക്ഷേ സ്ലോലി സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, മറ്റുള്ള കൾച്ചറൽ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഇതൊക്കെ പല ആൾക്കാരും റിസർച്ച് ചെയ്ത് എഴുതി വെക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ മറ്റുള്ള മീഡിയകളിലൂടെ പുറത്തേക്ക് വിടുന്നതാണ്. എന്തിനാണ് നമ്മൾ പോയിട്ട് ആദ്യം തൊട്ടേ നമ്മളിപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ ആദ്യം തൊട്ട് റിസർച്ച് നടത്തി ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് പോയി പഠിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ദെയർ. അതായത് ഒരു ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിന് മുമ്പിലത്തെ ജനറേഷൻ എൻഡ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മുടെ എല്ലാം നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫോമൽ എഡ്യൂക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മളൊരു ഫോമൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ, ഞാൻ 30 വർഷം മുമ്പ് ജോയിൻ ചെയ്തതല്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാൻ 30 വർഷം മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പം ഡിജിറ്റൽ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റുഡൻസിനോട് പറയുകയാണ് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ഇന്ന് ഡിജിറ്റൽ അതിൻ്റെ പീക്കിലെത്തിയിട്ട് വേറെ പല മേഖലകളിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയുന്നത് നല്ലതാണ്. നമ്മുടെ പാരമ്പര്യം അറിയുന്നത് പോലെ സിനിമയുടെ ഹിസ്റ്ററി, ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററി, വേൾഡ് സിനിമയുടെ ഹിസ്റ്ററിയുടെ ഒക്കെ അറിയുന്നത് നല്ലതാണ്. ആ എക്യുപ്മെൻറ്റുകളെക്കുറിച്ച് തിരിച്ചറിയുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ അതെല്ലാം പഠിച്ചിട്ട് വേണം ഇപ്പോൾ പഠിക്കാൻ എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് എന്താണോ അല്ലെങ്കിൽ നാളെ എന്താണോ വരുന്നത് അതാണ് പഠിക്കേണ്ടത്. നാളത്തെ ടെക്നോളജി എന്താണ് ഇന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബെറ്ററായിട്ടും ഏറ്റവും എളുപ്പത്തിൽ നമുക്കതിലേക്ക് വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഏത് മേഖലയിലാണെങ്കിലും ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.